ഏതെല്ലാം സ്ഥാനാർത്ഥികളെയാണ് ഓരോരുത്തരും നിർദ്ദേശിക്കുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. അത് ഇന്ന് ചർച്ചയുടെ തീരുമാനമനുസരിച്ച് വരുള്ളൂ. ഇന്നിപ്പോൾ അന്തിമമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ പൂർത്തിയാവോ ഇല്ല എന്ന്. അത് കുഞ്ഞാഴ്ച സാഹിബ് പറയും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തങ്ങളോട് ചോദിച്ചു, അതിനുള്ള ഉത്തരങ്ങൾ തങ്ങൾ പറഞ്ഞു. ഇനി അങ്ങോട്ട് ഞങ്ങളോടൊക്കെ കൂടിയാലോചന നടത്തുന്നല്ലാതെ പറയാനുള്ള കാര്യങ്ങൾ തങ്ങൾ ഇന്ന് തീരുമാനിക്കുന്നതനുസരിച്ച് ഒരു സമയം നിശ്ചയിച്ച് നിങ്ങളോട് പറയും. അല്ലാതെ ഇനി അങ്ങോട്ട് തങ്ങൾക്ക് അതിന് മറുപടി പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കൂടുതലായിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളെ സീറ്റ് ചർച്ച പൂർത്തിയാക്കി അതൊക്കെ റിപ്പോർട്ട് ചെയ്തു. അത് വെച്ചിട്ട് ഇന്ന് നേതാക്കന്മാരൊക്കെ തങ്ങൾ കാണുകയാണ്. അപ്പോൾ ഒറ്റക്കും കൂട്ടായൊക്കെ തങ്ങൾ നടത്തുന്ന ചർച്ചയാണിന്ന്. ആ പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞാൽ സമയം നിശ്ചയിച്ച് നിങ്ങളോട് പറയാം. അതിന് മുമ്പ് ഇല്ല. താമസിക്കേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നതും അവർ ഉടനെ തന്നെ എല്ലാം തീരുമാനിക്കും എന്നാണ്. എല്ലാം പോസിറ്റീവ് തന്നെയാണ്. LDF അത്ര മുമ്പിലൊന്നുമല്ല. അവരുടെ ഘടകകക്ഷികളൊന്നും മുഴുവൻ തീരുമാനിച്ചില്ലല്ലോ. കേരള കോൺഗ്രസിൻ്റെ ഒക്കെ ബാക്കിയല്ല. അപ്പോൾ സ്വാഭാവികം പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ പെട്ടെന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് 1-2 ദിവസമൊക്കെ നിങ്ങൾക്ക് ക്ഷമിക്കാം. തങ്ങളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചു, തങ്ങളതിന് മറുപടിയും പറഞ്ഞു.